ഹായ് ഓൾ, ഇന്റർവെൽ ടാലന്റ് ബൂസ്റ്റിന്റെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ പേര് തസ്നിയ. ഓക്കെ, ഇന്നിവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ EVS സെക്ഷൻ ആണ്. ഓക്കെ, ആർ യു റെഡി? യെസ്, ലെറ്റ്സ് സ്റ്റഡി വിത്ത് മീ. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് മൈസെൽഫ് ആണ്. മൈസെൽഫ്. ഓക്കെ, എന്താണ് മൈസെൽഫ്? നമ്മൾ ആരെങ്കിലും ചോദിക്കുകയാണ്, എന്ത്? ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. എന്താ നിങ്ങളെ പേര്? ഇതെല്ലാം നമ്മൾ ചോദിക്കുകയല്ലേ. അപ്പൊ നമ്മൾ എന്താക്കാം? ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വെച്ചിട്ടിരിക്കുന്നുണ്ട് മാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ നെയിം പറയാം. സെക്കൻഡ് വൺ എന്താണ്? ഞാൻ ബോയ് ആണോ ഗേൾ ആണെന്ന് പറയാം. ആൻഡ് തേർഡ് വൺ എനിക്ക് എത്ര ഏജ് ആയി എന്ന് പറയാം. ആൻഡ് ഐ എം സ്റ്റഡിയിങ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് വൺ, മൈ നെയിം ഈസ് തസ്നിയ. വാട്ട്സ് യുവർ നെയിം? അത് പറയാം ഫസ്റ്റ്. മൈ നെയിം ഈസ് തസ്നിയ. വാട്ട്സ് യുവർ നെയിം? യെസ്, വെരി ഗുഡ്. ഐ ആം എ ഗേൾ. ആർ യു എ ബോയ് ഓർ ഗേൾ? യെസ്, I am a very good. Excellent, excellent. And I am 6 years old, 7 years old, 5 years old. ഇതെല്ലാം നമുക്ക് പറയാം. And I'm studying in first standard. My name is Tasnia. I am a girl. I am 6 years old. Yes, I'm studying in ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. യെസ്, റെഡി അല്ലേ? യെസ്, വെരി ഗുഡ്. ഇതാണ് നമ്മളെ മൈസെൽഫ്. നമ്മളാരും നമ്മൾ ചോദിക്കാൻ മൈസെൽഫ് അങ്ങ് പറയാം. ഓക്കെ, മൈ നെയിം ഇസ്, ഐ ആം എ ഗേൾ. ഐ ആം 6 years old. ഐ ആം സ്റ്റഡിയിങ് ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. വെരി ഗുഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ഫാമിലിയാണ്. ഫാമിലി. എന്താ ഈ ഫാമിലി? പീപ്പിൾ ജോയിൻ ടുഗദർ അണ്ടർ എ റൂഫ് ഈസ് കോൾഡ് ഫാമിലി. ഇതാണ് ഫാമിലി. നമ്മളെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതെല്ലാവരും ഒരുമിച്ചല്ലേ നിൽക്കുന്നത്. ദാറ്റ്സ് എ ഫാമിലി. അവരാണ് നമ്മളെ ഫാമിലി അല്ലേ. നമ്മളെ ഫാമിലി നമ്മൾ എന്തെയും പ്രൊട്ടക്ട് ചെയ്യും, കെയർ ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഫാമിലിയാണ് നമ്മളെ സ്ട്രെങ്ത് അല്ലേ. യെസ്, നമ്മളെ ഫാമിലി ഇല്ലെങ്കിൽ നമ്മളില്ല അല്ലേ. യെസ്, ഫസ്റ്റ് വൺ ഫാമിലി. യെസ്, ഫസ്റ്റ് നമ്മൾ 2 തരം ഫാമിലി ഉണ്ട്. ഒന്ന് ന്യൂക്ലിയർ ഫാമിലി ആൻഡ് സെക്കൻഡ് വൺ ഈസ് joint family. Nuclear family is a small family and that's a joint family ആണ് അത്. joint family എന്ന് പറയുമ്പോൾ father, mother, their childrens ഉണ്ടാകും അവിടെ. and grandfather, grandmother, uncle and our childrens, ഇതെല്ലാവരും join ചെയ്യുന്നതാണ് joint family എന്ന് പറയുന്നത്. big 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 family ആണത്. and this one is nuclear family. Nuclear family is very small family, right? Yes, father, mother and their children. ഇതാണ് nuclear family. Okay, small family, only 3 or 4, 5 or members, they are called nuclear family. 5 above 5 is called joint family. Excellent. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കണം. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണ്. ഓക്കെ, പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പ്ലാന്റ്സ് എന്താ? they grow from the soil. What about animals? Animal have എന്താ? ആനിമൽസ് ലവ് ചെയ്യും, പ്ലാന്റ്സും ലവ് ചെയ്യും. ആനിമൽസ് എന്താ ചെയ്യുന്നത്? മൂവ് ചെയ്യാൻ പറ്റും ആനിമൽസിനല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ബട്ട് പ്ലാന്റ്സിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇനി നമുക്ക് ഇവരെന്തൊക്കെയാണ് ഫുഡ് നമുക്ക് തരുന്നത് നോക്കാം. എന്തൊക്കെ ഫുഡാണ് പ്ലാന്റ്സും ആനിമൽസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് നോക്കാം. ആർ യു റെഡി? യെസ്. നിങ്ങൾക്ക് അറിയോ എന്തൊക്കെ ഫുഡ്സ് ആണ് ലഭിക്കുന്നതെന്ന്? അറിയോ? യെസ്, പ്ലാന്റ്സ് എന്തൊക്കെ തരുന്നത്? ഇവിടെ നോക്കിയിട്ട് പറ. വെജീസ്, ക്യാരറ്റ്, ഇതെല്ലാം വെജീസ് ആണല്ലേ. ആൻഡ് ഫ്രൂട്ട്സ്, സീരിയൽസ്, പൾസസ്, ഷുഗർ, ഓയിൽ, ഇതെല്ലാം നമുക്ക് പ്ലാന്റ്സ് തരും.
അല്ലേ? പ്ലാന്റ്സ് നമുക്ക് എന്തൊക്കെയാ തരുന്നത്? Plants gives us what? Vegetable, fruit, cereals, pulses, spices, sugar and oil. ഈ ഷുഗർ ഓയിൽ ഒക്കെ നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് ഉണ്ടാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ കേട്ടിട്ടില്ലേ? യെസ്. ഓക്കെ, ഷുഗർ, സീരിയൽസ്, പൾസസ് ഇതെല്ലാം ഹെൽത്തി ഫുഡാണ്, റൈറ്റ്? യെസ്. അപ്പൊ പ്ലാന്റ്സ് ആണ് നമുക്ക് വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എല്ലാം തരുന്നത്. ഓക്കെ, അപ്പൊ പ്ലാന്റ്സിൽ നിന്ന് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, സീരിയൽസ്, പൾസസ്. വെരി ഗുഡ്, എക്സലന്റ്. ആൻഡ് ദ സെക്കൻഡ്, ആനിമൽസ് നമുക്ക് നോക്കാം. ആനിമൽസ് നമുക്ക് എന്തൊക്കെ ഫുഡ് തരുന്നത്? യെസ്. Cow gives us what? Milk. And God gives us what? God gives us what? Milk. Hen gives us what? Egg. And quack, quack, quack. Duck gives us what? Egg. Very good, very good. These are the food products given by animals. Animals ആണ് ഇതെല്ലാം നമുക്ക് തരുന്നത്, അല്ലേ? മീറ്റ്, ചിക്കൻ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്, അല്ലേ? ബീഫെല്ലാം നമ്മൾ കഴിക്കാറുണ്ട്. മീറ്റ് എന്താ? ഹെൽത്തി ഫുഡ് അല്ലേ? യെസ്, നമ്മൾ റുട്ടീനിൽ ആഡ് ചെയ്യുന്നതാണ്, അല്ലേ? മിൽക്ക്, എഗ് ഇതെല്ലാം ഹെൽത്തിയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കഴിക്കണം, എന്നാലും നമുക്ക് സ്ട്രോങ് ആവത്തുള്ളൂ നമ്മൾ. ഓക്കെ, ആനിമൽസ്, മിൽക്ക്, എഗ്, മീറ്റ് ഇതെല്ലാം നമുക്ക് ആനിമൽസ് തരുന്നത്. പ്ലാന്റ്സ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, സീരിയൽസ്, പൾസസ് ഇതെല്ലാം. ഓക്കെ, meat, milk, eggs. Okay, excellent. Next one നോക്കാം. സീസൺസ് ആണ്. എന്താ സീസൺസ് അറിയാവോ? സീസൺസ് എന്താ? അത് നമുക്ക് വെതർ നോക്കാം. എന്താ വെതർ? ക്ലൈമറ്റ് എപ്പോഴും ഒരു സഡൻ ക്ലൈമറ്റിക്കൽ ചേഞ്ച് ആണ് വെതർ, അല്ലേ? ആ വെതർ റിമൈൻസ് ലോങ് ടൈമിൽ അത് കൺസിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ്സ് എ സീസൺ മെയിൻലി നമുക്ക് 5 സീസൺസ് ഉണ്ട്. നമ്മുടെ കൺട്രിയിൽ 4 സീസൺസ് ഉള്ളൂ. വാട്ട് ഈസ്? സമ്മർ, വിന്റർ. വെരി ഗുഡ്, എക്സലന്റ്. കം ഓൺ ഓൾ ഓഫ് യു. സമ്മർ, വിന്റർ. യെസ്. കം ഓൺ ഡിയർ. സമ്മർ, winter, rainy season. Excellent. Okay, autumn season, spring season. If mainly ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സീസൺസ് ആണ്. സീസൺസ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, നമ്മൾ സഡൻ ക്ലൈമറ്റിക്കൽ ചേഞ്ച്, നമ്മളെ വെതർ ലോങ് ടൈം റിമൈൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? That's a season എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് സീസൺസ് എന്തൊക്കെയാ നോക്കാം. സീസൺസ് എന്തൊക്കെയാ? നിങ്ങൾ ഐഡിയയിൽ എത്ര സീസൺസ് ഉണ്ട്? നമുക്ക് 5 സീസൺസ് ഉണ്ട്, അല്ലേ? സമ്മർ സീസൺ, വിന്റർ സീസൺ, റൈനി സീസൺ, സ്പ്രിംഗ് സീസൺ, autumn season. Very good. ഇനി നമുക്ക് ഫൺ ആയിട്ട് പഠിക്കാം സീസൺസ്. ഓക്കെ, ആർ യു റെഡി? യെസ്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. Summer season, sun is there. Sun all the time. എപ്പോഴുണ്ടാവും? മേലുണ്ടാവും. Shines, എപ്പോഴും ഷൈൻ ചെയ്യും, അല്ലേ? ഷൈൻ ബ്രൈറ്റ്ലി. എപ്പോഴും നമ്മൾ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും സണ്ണ്, അല്ലേ? എക്സലന്റ്. സമ്മർ സീസൺ, സൺ ഈസ് ദേർ. സൺ ഉണ്ടാവും. വെരി ഹോട്ട് ആയിരിക്കും, അല്ലേ? യെസ്, ഹോട്ട് ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് rainy season. Rain, go away, come again another day. Little Johnny wants to play. Rain, go away. Rainy season ആണ്. Rainy season ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും റെയിൻ വരും. അതാണ് rainy season. Okay, we can call monsoon season എന്ന് പറയാം. Monsoon season. And നമ്മൾ റെയിൻ കോട്ടും അംബ്രല്ലയും യൂസ് ചെയ്യുമല്ലേ റെയിനി സീസണില്? യെസ്, സമ്മർ സീസൺ, സൺ ഈസ് ദേർ. റെയിനി സീസൺ, റെയിൻ ഈസ് ദേർ. ആൻഡ് ദ തേർഡ് വൺ ഈസ് വിന്റർ സീസൺ ആണ്. വിന്റർ സീസൺ വെരി കോൾഡ് സീസൺ. കോൾഡ് എന്ന് പറയാം, അല്ലേ? കോൾഡ് സീസൺ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും കോൾഡ് ആയിരിക്കും,
ഇപ്പോഴും കോൾഡ് ആയിരിക്കും. നമ്മൾ സ്വെറ്റേഴ്സും ജാക്കറ്റ്സും യൂസ് ചെയ്യും അല്ലേ? നിങ്ങൾക്കുണ്ടോ ജാക്കറ്റ്? എനിക്കുണ്ട് ജാക്കറ്റ്. വിന്റർ സീസണിൽ യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ, യെസ്, വിന്റർ സീസൺ cold is there. Summer season sun is there. Winter season cold is there. Rainy season rain is there. And ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് സ്പ്രിംഗ് സീസൺ ആണ്. സ്പ്രിംഗ് സീസൺ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ ബ്ലോ ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഫ്ലവേഴ്സ് എല്ലാം ബ്ലൂം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ? യെസ്, ബ്ലാസമിംഗ് സീസൺ ആണ് സ്പ്രിംഗ് സീസൺ. പുതിയ ലീവ്സ് വരും, പുതിയ ഫ്ലവേഴ്സ് വരും. ഓക്കെ, യെസ്, സ്പ്രിംഗ് സീസൺ flowers is there. Okay, and the fifth one is autumn season. Autumn season എന്താണ്? എടാ, autumn season fall ആണ്. എന്തുകൊണ്ടെന്നറിയോ? ഈ ലീവ്സ് എല്ലാം പുതിയത് വന്നില്ലേ, അതെല്ലാം ഷട്ടിങ് ഡൗൺ ചെയ്യും. Shut down. Yes, leaves എല്ലാം fall. We can call known as, other we can known as autumn season, we can other known as. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് autumn season ആണ്, the fifth season. Okay, fifth season. Okay, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് autumn season ആണ്. autumn season സാഡ് ആണ്. ബിക്കോസ് എന്താണെന്നറിയോ? ലീവ്സ് എല്ലാം ഷട്ടിങ് ഡൗൺ ചെയ്യും. അപ്പോഴോ falls, എല്ലാ ലീവ്സും fall ചെയ്യും. ദാറ്റ്സ് ഓട്ടം സീസൺ. കണ്ടോ, ഇവിടെ കയ്യിലൊക്കെ നോക്കിക്കേ, ഇവിടൊക്കെ നോക്കിക്കേ, ലീവ്സ് എല്ലാം ഉണ്ട്, ലീവ്സ് എല്ലാം താഴെ വീഴും. So that's an autumn season. Yes, summer season sun is there. Winter season cold is there. Rainy season rain is there. Spring season flowers is there. Yes, and autumn season leaves are down. Excellent. 5 seasons നമ്മൾ കറക്റ്റ് പറഞ്ഞു അല്ലേ? സമ്മർ, വിന്റർ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെല്ലാം കറക്റ്റ് അറിയണം കേട്ടോ. 5 seasons. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. യെസ്, എയർ. നമ്മുടെ സറൗണ്ടിങ്ങിൽ എല്ലാം എയേഴ്സ് ഉണ്ടല്ലേ? എല്ലായിടത്തും എയേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. ബാമിന് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? We can't see with our naked eyes. നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ കാണാൻ പറ്റാത്തെ? നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. എയർ ഉണ്ടോ നോക്കാം നമുക്ക്. Are you ready? Yes, നമുക്ക് നോക്കിയാലോ? Ready? Excellent. Okay, first one, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളെ പാമ്പ് ഇവിടെ നോസിന്റെ ഫ്രണ്ടിൽ വെക്കാം. ഓക്കെ, ഫ്രണ്ടിൽ വെച്ചിട്ട് നിങ്ങൾ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണ്ടേ? ബ്രീത്തിങ് ചെയ്യാ. ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഓക്കെ, റെഡി? എയർ ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എയർ ഉണ്ടോ നോക്കാട്ടെ. ബ്രീത്ത് ഇൻ. Come on. Breathe out. Air വന്നു. Right? Air അവിടെ വന്നു. That എയർ മൂവ് ചെയ്തപ്പോ നമുക്ക് ഫീൽ ചെയ്തു എയർ ഉണ്ട് അവിടെ എന്നല്ലേ? പിന്നെ ബ്രീത്ത് ഔട്ട് ചെയ്തപ്പോ ബ്ലോ ചെയ്തില്ല എയർ. ദാറ്റ്സ് എയർ. എയർ അവിടെ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് മനസ്സിലായില്ല? നമ്മൾ ബ്രീത്തിങ് ചെയ്യും, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും എയർ ആണല്ലേ? എക്സലന്റ്. ഓക്കെ, ഫോംസ് ഓഫ് എയർ. നമുക്ക് പല രീതിക്ക് എയറിനെ കാണാൻ പറ്റും. എന്തൊക്കെ എയറിനെ കാണാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ വിൻഡ്, സ്റ്റോംസ്, ബ്രീസ്. വിൻഡ് എന്ന് പറഞ്ഞാൽ മൂവിങ് എയർ ഈസ് കാൾഡ് വിൻഡ്. മൂവ് ചെയ്യും എല്ലാം. നമ്മൾ ലിവ്സ് എല്ലാം വിൻഡ് ഒക്കെ വരുമ്പോൾ ലിവ്സ് എല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ദാറ്റ് മൂവിങ് എയർ ഈസ് കാൾഡ് വിൻഡ്. ആൻഡ് സ്റ്റോംസ് എന്താ? സ്ട്രോങ്ലി ബ്ലോയിങ് വിൻഡ്. സ്ട്രോങ് ആയിട്ട് അടിക്കും. ഇവന് നല്ല ശക്തിക്ക് അടിക്കുന്ന കാറ്റാണ് എന്ത്? സ്റ്റോംസ്. ആൻഡ് ബ്രീസ്, ജെന്റ്ലി ബ്ലോയിങ് വിൻഡ് ഈസ് കോൾഡ് ബ്രീസ്. ജെന്റിലായിരിക്കും. ജെന്റിലി നല്ല സോഫ്റ്റ് ആയിട്ട് സുഖമുള്ള കാറ്റായിരിക്കും അല്ലേ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അങ്ങനെ? യെസ്, ഫസ്റ്റ് വൺ വിൻഡ്, സ്റ്റോം, ബ്രീസ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം.
എന്തൊക്കെയാ പ്രോപ്പർട്ടീസ് നോക്കട്ടെ മാം. ഓക്കെ, ഫസ്റ്റ് വൺ സ്പേസ് ആണ്. സ്പേസ് ഉണ്ട് പോലും. സ്പേസ് ഉണ്ടോ നോക്കി നോക്കാം നമുക്ക്. ഒരു ലെറ്റ്സ് ഇമാജിൻ ഇത് മാമിന്റെ കയ്യിലൊരു ബലൂൺ ഉണ്ട്. ഓക്കെ, ബലൂൺ ഉള്ളവർ ബലൂൺ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് ബ്ലോ ചെയ്ത് നോക്കാം. റെഡി? യെസ്. ബ്ലോ ചെയ്തു വീർപ്പിച്ചു. മാം ഇങ്ങനെ ബലൂൺ വീർപ്പിച്ചപ്പോ എന്തായി? ബ്ലോ ചെയ്തപ്പോ എന്തായി? ബലൂണ് ബിഗ് ആയി വന്നു അല്ലെ? ബിഗറായിട്ട് വന്നു. അപ്പോ എയർ ഹാസ് സ്പേസ്. എയറിന് സ്പേസ് ആണെന്ന് മനസ്സിലായി നമുക്ക്. ഒരു എംപ്റ്റി ബലൂൺ എടുത്തിട്ട് നമ്മൾ ബ്ലോ ചെയ്തപ്പോ എന്തായി? ബലൂൺ ഇങ്ങനെ ബ്ലോ ചെയ്ത് ബിഗറായി വന്നു. അപ്പോഴോ എന്താണ്? ബലൂണിന് എന്ത് വേണം? സ്പേസ് വേണം നമുക്ക് മനസ്സിലായി അല്ലേ? നെക്സ്റ്റ് വൺ നമുക്ക് വെയിറ്റ് നോക്കാം. എയറിന് വെയിറ്റ് ഉണ്ട് പോലും. എന്താ നോക്കാം നമുക്ക്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എംപ്റ്റി ബലൂൺ എടുക്കാം, എയർ ഇല്ലാത്ത ബലൂൺ എടുക്കാം. നെക്സ്റ്റ് വൺ ഇതിൽ നമുക്ക് എന്താക്കാം? ഫുൾ എയർ നിറച്ചിട്ടുള്ള ബലൂൺ എടുക്കാം. അത് സ്റ്റിക്ക് മേലെ ഹാങ് ചെയ്തിടാം. ഓക്കെ, നെക്സ്റ്റ് വൺ അതിങ്ങനെ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഫുൾ ഓഫ് ബലൂൺ എയർ ഉള്ളത് താഴെ അങ്ങ് പോവും. സോ എയർ ഹാവ് വെയിറ്റ്. എയർ ഹാസ് വെയിറ്റ്. എയറിന് വെയിറ്റ് ഉണ്ട്. താഴെ അങ്ങ് പോവും. വെയിറ്റ് ഉള്ള ബലൂൺ എന്താവും? എയർ ഫില്ല് ചെയ്ത ബലൂൺ താഴെ അങ്ങ് പോവും. ലൈക്ക് like this. Okay, and the next one, space, weight. സ്പേസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. ടു പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. സ്പേസ്, വെയിറ്റും പഠിച്ചു. പിന്നെ ഫോംസ് ഓഫ് എയർ 3 വിൻഡ്, സ്റ്റോംസ്, ബ്രീസ്. വിൻഡ്, സ്റ്റോംസ്, ബ്രീസ്. ഓക്കെ, യെസ്. ആൻഡ് the next one is water. നമ്മൾ വാട്ടർ യൂസ് ചെയ്യും അല്ലേ? നമ്മൾ പല കാര്യത്തിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യും. എന്തിനൊക്കെ വാട്ടർ യൂസ് ചെയ്യുന്നത്? ബ്രഷിംഗ് ടീത്ത്, വാഷിംഗ് ഹാൻഡ്സ്, ബാത്തിങ് അല്ലെ? ബ്രഷിംഗ് ടീത്തിനും ഇവിടെ നോക്കിക്കേ പല കാര്യങ്ങൾക്ക് ഈ കുട്ടികളെ യൂസ് ചെയ്യുന്നില്ലേ വാട്ടർ? നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ? ഹ്യൂമൻ ബീങ്സ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? വാട്ടർ നമ്മൾ പല രീതിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മദേഴ്സോ കുക്ക് ചെയ്യാന്, വാഷിംഗ് ക്ലോത്ത് ചെയ്യാന്, വാട്ടറിങ് പ്ലാന്റ്സ്. കണ്ടോ ഈ കുട്ടി പ്ലാന്റ്സിന് വാട്ടർ ഒഴിക്കുന്നത് കണ്ടോ? ദാറ്റ്സ് വാട്ടറിങ് പ്ലാന്റ്സ്. ക്ലോത്ത് വാഷ് ചെയ്യുന്നുണ്ട്, ബാത്ത് ചെയ്യുന്നുണ്ട്, ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വി യൂസ് വാട്ടർ അല്ലേ? നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത് ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മാത്രമല്ല വാട്ടർ യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സ് യൂസ് ചെയ്യും, ആനിമൽസും യൂസ് ചെയ്യും. പ്ലാന്റ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയോ? ആനിമൽസ് എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയോ? നമുക്ക് നോക്കാം. ആനിമൽസ് യൂസ് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ആനിമൽസ് നീഡ് വാട്ടർ ടു ലിവ്, ബാത്ത്, ഡ്രിങ്ക്. ലിവ് ചെയ്യാൻ യൂസ് ചെയ്യും, ബാത്ത് ചെയ്യാൻ യൂസ് ചെയ്യും, ആൻഡ് ഡ്രിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യും അല്ലേ? നമ്മളെ പോലെ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്, ബാത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ലിവ് ചെയ്യാനും വേണം ആനിമൽസിന്. വാട്ടറിൽ ലിവ് ചെയ്യുന്ന ആനിമൽസിന്റെ പേര് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കേൾക്കുന്നില്ല, പറയാൻ പറ്റുമോ? യെസ്, ഫിഷ്. കറക്റ്റ്. യെസ്, ഫിഷ് വാട്ടറിന്റെ അടിയിലാ ജീവിക്കുന്നത് അല്ലേ? അപ്പൊ വാട്ടർ ഇല്ലാതെ ഫിഷിന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോ ഫിഷ്, വാട്ടർ. അപ്പൊ ആനിമൽസ് നീഡ് വാട്ടർ ടു ലിവ്, ബാത്ത് ആൻഡ് ഡ്രിങ്ക്. അപ്പൊ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? കുക്കിംഗ്, വാഷിംഗ്, ബ്രഷിംഗ് ഒക്കെ യൂസ് ചെയ്യും അല്ലേ? ആൻഡ് ആനിമൽസ് bathing, living and drinking. Very good. Excellent. Drinking, bathing, living. Okay. And ഇനി നമുക്ക് plants എന്തിനാ യൂസ് ചെയ്യുന്ന നോക്കാം. പ്ലാന്റ്സ് നോക്കിക്കേ. അയ്യോ, ഇത് ചെറിയ പ്ലാന്റ് ആയിരുന്നു, എന്നിട്ട് വലിയതായി. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? വാട്ടറിങ് ചെയ്തെടുക്കണം അല്ലേ? വാട്ടറിങ് ചെയ്തെടുത്താൽ എന്താവും? ഗ്രോ ബിഗർ, വലിയ പ്ലാന്റ് ആയി മാറും. ഓക്കെ, അപ്പൊ നമുക്ക് വാട്ടർ ചെയ്ത് കൊടുത്താൽ വലിയ പ്ലാന്റ് ആയി മാറും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലാന്റ്സ് ആൾസോ നീഡ് വാട്ടർ ടു ലിവ്, വാട്ടർ ടു ലിവ്, വാട്ടർ ടു ഗ്രോ. പ്ലാന്റ്സ് ആൾസോ നീഡ് വാട്ടർ ടു ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഗ്രോ ചെയ്യാനാണ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. ആനിമൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ ബാത്തിങ്,
യെസ് ലിവിങ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ. അത് ക്ലിയർ ആയില്ലേ? യെസ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. സോഴ്സ് ഓഫ് വാട്ടർ. ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് വാട്ടർ ലഭിക്കും അല്ലേ? എവിടുന്നൊക്കെ നമുക്ക് വാട്ടർ ലഭിക്കുന്നേ അറിയോ? യെസ്, റെയിൻ ഇല്ലെങ്കിൽ നമുക്ക് വാട്ടർ ലഭിക്കുമോ? ഇല്ല. The main source of water is rain. റെയിൻ ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല, വാട്ടർ ഉണ്ടാവത്തില്ല അല്ലേ? യെസ്, the main source എന്ന് ചോദിച്ചാൽ റെയിൻ പറയണം. റെയിൻ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെള്ളം ഉണ്ടാവോ? ഇല്ല. നമ്മൾ വീട്ടിൽ ഈ സാധനം ഉണ്ട്, ഇതിന്റെ പേരെന്താ? വെൽ. നമ്മുടെ വീട്ടിൽ ഇതുണ്ട്, ഇതിന്റെ പേരെന്താ? ടാപ്പ്. നമ്മൾ ഇവിടെയൊക്കെ നമ്മളത് കാണുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് കാണുന്നുണ്ട്. റിവർ, സ്ട്രീംസ്, പോണ്ട്, ലേക്ക്, ഇതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ? അതിൽ എന്തുണ്ട്? വാട്ടർ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. യെസ്, റെയിനി സീസൺ ആകുമ്പോഴേക്കും ഫുൾ ഓഫ് വാട്ടർ ആയിരിക്കത്തില്ലല്ലോ അല്ലേ? പക്ഷേ സമ്മർ സീസൺ ആകുമ്പോൾ ഓൾമോസ്റ്റ് വാട്ടർ എല്ലാം പോയിട്ടുണ്ടാവും അല്ലേ? യെസ്, അപ്പോൾ സോഴ്സ് ഓഫ് വാട്ടർ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ വാട്ടർ ലഭിക്കുന്നത്? അപ്പോൾ ഇവിടുന്ന് വെൽ, ടാപ്പ്, സ്ട്രീം, ലേക്ക് ആൻഡ് റിവർ, പോണ്ട്, ഇതൊക്കെ പറയാം നമുക്ക്. ഓക്കെ, വെൽ, ടാപ്പ്, സ്ട്രീം, വെരി ഗുഡ്, ലേക്ക്, വെരി ഗുഡ്, ആൻഡ് റിവർ, വെരി ഗുഡ്, എക്സലന്റ്. ഇതിലൊക്കെയാണ് നമുക്ക് വാട്ടർ ലഭിക്കുന്നത്. മറക്കരുത് കേട്ടോ. മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ആണ്. റെയിൻ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കില്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫുഡ് നോക്കാം. 2 തരം ഫുഡ്. ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ടല്ലേ? ഓ, ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ പൂതിയാവുന്നു, എനിക്ക് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ബട്ട് that's a healthy food? No, never. ഇത് ഹെൽത്തി ഫുഡ് ആണോ? നോ. ഹെൽത്തി ഫുഡ് ആണോ? നോ. അപ്പൊ ഇതോ? വെജിറ്റബിൾസ് ലൈക്ക് ഡയറി, പൾസസ്, സീരിയൽസ് എല്ലാം എന്താ? ഹെൽത്തി ഫുഡാണ് അല്ലേ? ഗ്രെയിൻസ്, ഇതെല്ലാം ഹെൽത്തി ഫുഡാണ്. അപ്പൊ നമുക്ക് 2 തരം ഫുഡ് ഉണ്ട്. 2 types of food ഉണ്ട്. ഒന്ന് ഹെൽത്തി ഫുഡ് ആൻഡ് അൺഹെൽത്തി ഫുഡ്. ദിസ് ഈസ് ഹെൽത്തി ആക്കട്ടെ മാം? നോ, ദാറ്റ്സ് നോട്ട് എ ഹെൽത്തി, ഇറ്റ്സ് അൺഹെൽത്തി ആൻഡ് ദിസ് ഈസ് ഹെൽത്തി ഫുഡ് അല്ലേ? ഹെൽത്തി ഫുഡ് ഉണ്ട്, അൺഹെൽത്തി ഫുഡ്. ഹെൽത്തി ഫുഡ്സ് ഏതൊക്കെയാ അറിയോ? യെസ്, വെജിറ്റബിൾസ്, സീരിയൽസ്, പൾസസ്, ഫ്രൂട്ട്സ് എല്ലാം കഴിക്കണം. ഇതെല്ലാം ഹെൽത്തി ഫുഡ്സ് ആണ്. അപ്പോൾ മീറ്റ് എല്ലാം ഹെൽത്തി, എഗ്, മിൽക്ക്, ഇതെല്ലാം ഹെൽത്തി ആണല്ലേ? യെസ്, ഇതെല്ലാം കഴിക്കാറുണ്ടോ? യെസ്, ഗുഡ്, കഴിക്കണം കേട്ടോ. നമ്മൾ ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ ഇതെല്ലാം കഴിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മൾ വീക്കായി ടയർഡായി പോകും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ അൺഹെൽത്തി. അൺഹെൽത്തി എന്ന് പറഞ്ഞാലോ, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? പക്ഷേ അൺഹെൽത്തി ആണ്. കഴിച്ചു കഴിഞ്ഞാലോ ഇതിലെല്ലാം ജേംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ടമ്മി ഫുള്ള് ജേംസിന്റെ ഹോമാവും. അപ്പൊ ഇത് കഴിക്കാൻ പാടുണ്ടോ? നോ, നമ്മൾ ടയേർഡ് ആവും, വീക്കാവും, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും. സോ നമ്മളത് കഴിക്കണോ? വേണ്ട, കഴിക്കണ്ടല്ലോ. നെവർ. പിസ്സ, ഐസ്ക്രീംസ്, കാൻഡി, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അൺഹെൽത്തി ആണ്, അൺഹെൽത്തി ആയി പോകും. ദാറ്റ്സ് അൺഹെൽത്തി ഫുഡ്. ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഡയറി, ഇതെല്ലാം എന്താണ്? ഹെൽത്തി ഫുഡ്സ് ആണ്. ഓക്കെ, ഹെൽത്തി, അൺഹെൽത്തി. ഹെൽത്തി മീൻസ് ഹാപ്പി, അൺഹെൽത്തി മീൻസ് സാഡ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈ സ്കൂൾ ആൻഡ് നൈബർഹുഡ് ആണ്. നമ്മൾ അപ്പുറത്ത് ഒരുപാട് എന്തുണ്ടാവും? ഹൗസസ് ഉണ്ടാവും അല്ലേ? നിയർ ബൈ there are many houses, right? അതൊക്കെ എന്താണ്? നമ്മുടെ നൈബർഹുഡ്സ് ആണ്. അതിലുള്ള ഫാമിലി, അതിലുള്ള പീപ്പിളിനെ പറയുന്ന പേരാണ് നൈബേഴ്സ്. കണ്ടോ? ഇപ്പൊ ഇന്ന് നിങ്ങൾ പോയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എത്ര ആൾക്കാരുണ്ടെന്ന്, നമുക്ക് എത്ര നൈബർഹുഡ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് അതിലുള്ള പീപ്പിളിനെ കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും നൈബേഴ്സ് ഉണ്ട്, ഇത്രയും നൈബർഹുഡ് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ എന്താണ്? The family living near our houses are called neighbors. ആ ഫാമിലീസിനെ പറയുന്ന പേരാണ് നമ്മൾ നൈബേഴ്സ്. നമ്മൾ നൈബേഴ്സ് നമ്മൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യും?
നമ്മളെ ചിലപ്പോൾ നമുക്ക് ക്യാഷൊക്കെ തരും. അതുപോലെ നമുക്ക് ഫുഡൊക്കെ ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്, സ്പെഷ്യൽ ഫുഡൊക്കെ അവർ നമുക്ക് തരാറുണ്ട് അല്ലേ. അവിടെ പോയി നമ്മൾ കളിക്കാറുണ്ട്. ദാറ്റ്സ് എ മെയിൻ തിങ് റൈറ്റ്. അവിടെ പോയിട്ട് നമ്മൾ കളിക്കാറ്, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. യെസ്, നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ അവരോട് നമ്മൾ ഷെയർ ചെയ്യും അല്ലേ. നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാവും ഒരുപാട് അവിടെ. അപ്പം നമ്മൾ അവിടെ പോയി കളിക്കും, ഷെയർ ചെയ്യും അല്ലേ. എക്സലന്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ നൈബർഹുഡ് സർവീസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നൈബർഹുഡ് സർവീസസ് എന്തൊക്കെയാണ്? ഇതൊക്കെ സ്കൂൾ, ഹോസ്പിറ്റൽ, പോസ്റ്റ് ഓഫീസ്, ബാങ്ക് എക്സെട്ര. ഈ സ്കൂൾസ് നമ്മൾ പുറത്ത് പ്ലേസസ് അറൗണ്ട് ഹൗസിൽ നമ്മൾ കാണുന്നതാണ്. ബാങ്ക്, സ്കൂള്, ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ നമുക്ക് അർജന്റ് ആണല്ലേ. എന്താ വെച്ചാൽ നമുക്ക് സ്കൂളിൽ പോയി പഠിക്കണം അല്ലേ. അപ്പൊ സ്കൂൾ വേണം നമ്മുടെ നൈബർഹുഡിൽ അല്ലേ. നെക്സ്റ്റ് വൺ പോസ്റ്റ് ഓഫീസ്. നമുക്ക് ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ഓഫീസ് വേണം. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻജേർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോവും അല്ലേ. യെസ്. ഇനി സ്കൂളിൽ പോയാലോ നമുക്ക് പഠിക്കണ്ട പിന്നെ അല്ലേ. യെസ്, സ്കൂളിൽ പോകണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സർവീസസ്. ഓക്കെ, നൈബർഹുഡ് സർവീസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നിങ്ങൾ പറയേണ്ട? സ്കൂൾ, ഹോസ്പിറ്റൽ, പോസ്റ്റ് ഓഫീസ്, ബാങ്ക് എക്സെട്ര എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നൈബർഹുഡ് സർവീസസ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് വൺ നമുക്ക് മെയിൻ തിങ് ആയിട്ട് സ്കൂൾ നോക്കാം. സ്കൂൾ. ഓക്കെ, സ്കൂൾ ഇസ് ദ മെയിൻ തിങ് റൈറ്റ്. നമ്മൾ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നിന്നാണ് പഠിക്കുക. അവിടെ എന്തൊക്കെ ഉണ്ടാകും? കുറേ ടീച്ചേഴ്സ് ഉണ്ടാകും അല്ലേ. മാനി ടീച്ചേഴ്സ് ഉണ്ട്. അവർ എന്താ നമ്മൾ ടീച്ച് ചെയ്യുക? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഡ്രോ ചെയ്യാനും നമ്മളെ കൂടെ കളിക്കൊക്കെ ചെയ്യും ടീച്ചേഴ്സ് അല്ലേ. ഐ ലവ്. എന്താ, എനിക്കിഷ്ടമാണ് സ്കൂള്. നിങ്ങൾക്കോ? സ്കൂൾക്ക് പോകാൻ ഇഷ്ടമാണോ? യെസ്, എനിക്കിഷ്ടമാണ് സ്കൂളിൽ പോകാന്. കുറേ കുട്ടികളെ കാണാം നമുക്ക്. അവിടെ കൂടെ കളിക്കാം അല്ലേ. നല്ല ഹാപ്പിനെസ് അല്ലേ സ്കൂളിൽ പോകുമ്പോ. യെസ്, നോക്കിക്കേ, സ്കൂൾ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. വി ലേൺ മെനി തിങ്സ് ഇൻ എ സ്കൂൾ. ഒരുപാട് കാര്യം നമ്മൾ പഠിക്കും സ്കൂളിൽ നിന്ന് അല്ലേ. ലെറ്റേഴ്സ് പഠിക്കും, പിന്നെ റീഡ് ചെയ്യാൻ എല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ സ്കൂൾ ഇസ് ദ മെയിൻ തിങ്. സ്കൂളിൽ പോയില്ലെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല അല്ലേ. യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് ടീച്ചേഴ്സ്. അവിടെ ആരൊക്കെ ഉണ്ടാവും? ടീച്ചേഴ്സ് ഉണ്ടാവും, പ്രിൻസിപ്പൾ ഉണ്ടാവും. പ്രിൻസിപ്പാൾ മെയിനാണ്. ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കും അല്ലേ. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എല്ലാം നമ്മളെ പഠിപ്പിക്കും. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ എല്ലാവർക്കും ട്രാൻസ്പോർട്ടേഷൻ അറിയാം അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ എന്താ? 3 വേസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലേ. 3 വേസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഒന്ന് എയർ ട്രാൻസ്പോർട്ടേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് water transportation. Three ways of transportation: air transportation, land transportation and water transportation. Air transport difference നിങ്ങളോട് ചോദിക്കും. എയർ ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെയാണ്, അതുപോലെ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെയാണ്, ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെയാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് എഴുതാൻ പറയും. യെസ്, എയർ ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെയാ? എയ്റോപ്ലെയിൻ, വെരി ഗുഡ്. ഹെലികോപ്റ്റർ, ജെറ്റ്, ഇതെല്ലാം എയറിലൂടെ പോകും അല്ലെ. എയർ കൂടെ അവർക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അവർക്ക് എന്താ, അണ്ടർഗ്രൗണ്ട് ലൈക്ക് റോഡിലൂടെ പോയാലെന്താ, ലാൻഡിലൂടെ പോയാലെന്താ? റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാൻഡ് വെഹിക്കിൾ എന്നാണ് പറയുന്നത് കേട്ടോ. ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് പറയുന്നത്. റോഡും റെയിൽവേയും നമ്മൾ ലാൻഡിൽ വരും. റെയിൽവേ ലൈക്ക് ട്രെയിനും കാറും ജീപ്പ് ഇതെല്ലാം ലാൻഡ് കൂടെ അല്ലേ പോകുന്നേ. അപ്പൊ ലാൻഡ്. വാട്ടറിലൂടെ പോകുന്നത് വാട്ടർ വെഹിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ എന്തൊക്കെയാണ് ലാൻഡ് വെഹിക്കിൾസ്? ഏതൊക്കെയാണ് ലാൻഡ് വെഹിക്കിൾസ്? ബസ്, കാർ, ഇതൊക്കെ നമുക്ക് അറിയാം. ബസ്, കാർ, യെസ്, പറഞ്ഞോളൂ. സൈക്കിൾ, ബൈസൈക്കിൾ, വെരി ഗുഡ്. കമോൺ, നിങ്ങൾ പറയുന്നില്ല. യെസ്, ഓട്ടോറിക്ഷ, വെരി ഗുഡ്. സ്കൂട്ടർ, യെസ്, ഇതെല്ലാം എന്താണ്? ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇപ്പൊ എയർ ട്രാൻസ്പോർട്ടേഷൻ, എയർ ഇല്ലാതെ അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എയർ ഇല്ലാതെ അവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എയർ ഉണ്ടാവണം അവർക്ക് ഫ്ലൈ ചെയ്യാൻ. സോ അപ്പൊ അവർ എയറിലൂടെ ഫ്ലൈ ചെയ്ത് ഷൂ ഫ്ലൈ ചെയ്തു.
ലാൻഡിലൂടെ പോകുന്നതിന് അവർക്ക് വീൽസ് ഉണ്ടാവും. ഷുക് ടുക് 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 ഇങ്ങനെ റൗണ്ട് വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ഇൻ റൗണ്ട് റൗണ്ട് ഇൻ റൗണ്ട് ഇൻ റൗണ്ട് ഇൻ റൗണ്ട് അങ്ങനെ റൗണ്ട് ആയിട്ട് പോകും. അതുപോലെ റെയിൽവേ എങ്ങനെ റൗണ്ട് ചെയ്തിട്ടല്ലേ പോകണം, അതിന്റെ വീൽസ് എല്ലാം റൗണ്ട് ചെയ്തിട്ട് പോകും അല്ലേ. യെസ്, ഷിപ്പ് വാട്ടർ വെഹിക്കിൾ ആണ്. ഷിപ്പ് സബ്മറൈൻ വാട്ടർ വെഹിക്കിൾ ആണ് അല്ലെ. ബോട്ട് വാട്ടർ വെഹിക്കിൾ ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കും. ഫസ്റ്റ് വൺ എയർ ട്രാൻസ്പോർട്ടേഷൻ, സെക്കൻഡ് വൺ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അത് കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, ക്ലീൻനെസ് ആൻഡ് ഹൈജീൻ. ഇതാണ് മെയിൻ തിങ്. ക്ലീൻനെസ് ആൻഡ് ഹൈജീൻ. നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം, ഹൈജീനിക് ആയിട്ടിരിക്കണം അല്ലേ. യെസ്, നമ്മൾ ഡേർട്ടി ക്ലോത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ആണോ? നോ, നമ്മൾ ഡേർട്ടി ഗേളാണ് അല്ലേ. യെസ്, അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ എപ്പോഴും വാഷ് ചെയ്യണം, ഹാൻഡ്സ് വാഷ് ചെയ്യണം. അതുപോലെ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഔട്ട്സൈഡിൽ പോയിട്ട് പ്ലേ ചെയ്ത് വരുമായിരിക്കും. പിന്നെ നമ്മളെ പെറ്റ്സിനെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടാവും, അതിലെല്ലാം ജേംസ് ഉണ്ടാവും. സോ നമ്മൾ എന്താണ് കെയർഫുൾ. ജേംസ് നമ്മളെ സ്റ്റമക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവർ ഹോമാക്കും. സോ നമുക്ക് എന്താവും? സിക്കും ഹോസ്പിറ്റലിലാവും നമ്മള്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എവറി ടൈം നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് വെക്കാം. ഓക്കെ, റെഡി? അങ്ങനെ ചെയ്യുമോ? യെസ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്, ഫുഡ് ഹാൻഡ്സ് വാഷ് ചെയ്യും. ബട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ചിലപ്പോഴും എല്ലാവരും മറക്കാറുണ്ടല്ലേ. അതങ്ങനെ മറക്കാൻ പറ്റത്തില്ല. എന്താ, ജേംസ് എല്ലാത്തും നമ്മൾ വായിൻ്റെ ഉള്ളിൽ കൂടെ പോകും. സോ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ട് ഹാൻഡ്സ് ക്ലീൻ ചെയ്ത് വെക്കാം. ആൻഡ് ദ സെക്കൻഡ് വൺ, എവറി ഡേ നമ്മൾ ബാത്ത് ചെയ്യണം അല്ലേ. ബാത്ത് ചെയ്യണം. നമ്മൾ ക്ലീൻ ആയിട്ട് നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ബാത്ത് ചെയ്ത് കഴിഞ്ഞാലോ നമ്മുടെ സ്മെല്ല് ചെയ്യും, നല്ല ഗുഡ് സ്മെല്ല് ചെയ്യും അല്ലേ. യെസ്, ആൻഡ് ബ്രഷിംഗ് ടീത്ത് ട്വൈസ് എവറി ഡേ. ബ്രഷ് യുവർ ടീത്ത് റൗണ്ട് ഇൻ റൗണ്ട് ഇൻ റൗണ്ട് ഇൻ റൗണ്ട്. ബ്രഷ് യുവർ ടീത്ത് അപ്പ് ആൻഡ് ഡൗൺ ഇൻ അപ്പ് ആൻഡ് ഡൗൺ. ബ്രഷ് യുവർ ടീത്ത് സൈഡ് ടു സൈഡ് ഇൻ സൈഡ് ടു സൈഡ്. എവറി ഡേ, ലൈക്ക് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും നമ്മൾ ബ്രഷ് ചെയ്യണം. ട്വൈസ് എവറി ഡേ നമ്മൾ ബ്രഷ് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, വാഷ് ചെയ്യുക, ഹാൻഡ്സ് വാഷ് ചെയ്യുക, പിന്നെ അതുപോലെ ബാത്ത് ചെയ്യുക, ആൻഡ് ബ്രഷ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ നെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ട്രിം ചെയ്ത് വെക്കണം. നെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ട്രിം ചെയ്ത് വെക്കണം. നമ്മൾ ലോങ് ലെങ്സ് ആയി കഴിഞ്ഞാലോ അവിടെ ജേംസ് ഉണ്ടാവും. ജേംസിന്റെ ഹോം ആവും അതവിടെ. നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴോ ആ ജേംസ് എല്ലാം നമ്മൾ സ്റ്റമക്കിൽ പോയിട്ട് അവിടെ ഹോമാക്കി വെക്കും. എന്നിട്ടോ നമുക്ക് സിക്ക് വരും, നമ്മള് ഫീവർ ആയിപ്പോവും നമുക്ക്. ഓക്കെ, യെസ്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. ട്രിം ചെയ്ത് വെക്കുക, നല്ല ക്ലീൻ ആയിട്ട് എപ്പോഴും നല്ല ഹൈജീനിക് ആയിട്ട് വെക്കുക. ഓക്കെ, നമ്മളെ ബോഡി എപ്പോഴും എന്താവണം? ക്ലീൻ ആവണം. ബ്രഷ് ചെയ്യണം, ബാത്ത് ചെയ്യണം, ട്രിം ചെയ്യണം. പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴോ ഫ്ലഷ് ചെയ്യണം. പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്യണം അല്ലേ. ഇതൊക്കെ ചെയ്യാറുണ്ടല്ലേ? ഗുഡ്, ഇതെല്ലാം ചെയ്യണം. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് നേച്ചർ വാക്സ് ആണ്. നമ്മുടെ നേച്ചർ അല്ലേ, നമ്മുടെ പ്രകൃതി, നമ്മുടെ നേച്ചർ, നമ്മളെല്ലായിടത്തും നോക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാ? മേലെ നോക്ക്, മേലെ നോക്ക്. ദാറ്റ്സ് എ സ്കൈ. സ്കൈ ഈസ് ബ്ലൂ കളർ. ലുക്ക് അറ്റ് ദ സ്കൈ, ഇറ്റ്സ് ബ്ലൂ കളർ. എന്നിട്ട് നമ്മൾ എവിടെ പോണോ? അങ്ങനെ പോയി എവിടെ പോണ്? മലയ്ക്ക് കയറാൻ പോവാ. നമ്മളെല്ലാവരും ട്രക്ക് ചെയ്യാൻ പോവാ. ഓക്കെ, ട്രക്കിങ് ചെയ്യാൻ പോവാ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്ത് എല്ലാവരും സെറ്റായി എന്നിട്ടോ ഇങ്ങനെ നടക്കുവാണ്. എവിടേക്കാണ് നടക്കുന്നേ? ഒരു മൗണ്ടൈനിക്ക് നടക്കുവാണ് നമ്മൾ കേട്ടോ. അവിടെ ഫോറസ്റ്റിലേക്ക് നടക്കുന്നേ. അപ്പം അവിടേക്ക് എന്തുണ്ട്? എല്ലായിടത്തും നോക്കടോ, എല്ലായിടത്തും ഗ്രീൻ ലീവ്സ് ഉണ്ട്. അവിടെ നോക്ക്, മൗണ്ടൈൻ.
ഷെൽസ് എല്ലാം ഉണ്ടല്ലേ. യെസ്. ഓ ഓ ഇവിടെ നോക്ക്. What is this? It's a pond. Pond എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ട്രീസ് ഉണ്ട് അല്ലേ. നമ്മൾ ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ട്രീസ് ഉണ്ടാവും. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലായിടത്തും ഗ്രീൻ കളറായിരിക്കും. സ്കൈ ഇസ് ബ്ലൂ, പ്ലാന്റ് ഇസ് ഗ്രീൻ അല്ലേ. ഓ മൗണ്ടൻ ഇസ് ഓൾസോ ഗ്രീൻ. വാട്ടർ ഈസ് പോണ്ട് ഇസ് ബ്ലൂ അല്ലേ. വാട്ടർ എല്ലാം കാണാം നമുക്ക് അല്ലേ. യെസ്, അതാണ് നേച്ചർ വർക്ക്. നമ്മൾ എന്താണോ കാണുന്നത് അതൊക്കെ പറയാം. സ്കൈ കളർ പറയാ. നെക്സ്റ്റ് വൺ, ഇതെല്ലാം നമുക്ക് എന്താണോ ഇതെല്ലാം കാണുന്നതെല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയണം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്, പുതിയ പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ഷോപ്പിലെല്ലാം പോകുമ്പോൾ വേസ്റ്റ് ലൈക്ക് നമുക്ക് എന്ത് കിട്ടും, കവേഴ്സ് എല്ലാം കിട്ടും അല്ലേ. കവേഴ്സ്, പ്ലാസ്റ്റിക് കവേഴ്സ് കിട്ടും. പിന്നെ നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ കിട്ടും. ഈ ബോട്ടിൽസും ഈ കവേഴ്സൊക്കെ നമ്മൾ എവിടെ ഡംപ് ചെയ്യുന്നത്? ഡസ്റ്റ്ബിന്നിൽ ഡംപ് ചെയ്യും. നമ്മൾ സ്കൂൾസിലെല്ലാം ഡസ്റ്റ്ബിൻ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ ഡസ്റ്റ്ബിൻസ് എന്തിനാ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? അതിൽ വേസ്റ്റുകളെല്ലാം ഡംപ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ വേസ്റ്റ് ബിന്നിൽ പ്രൊവൈഡ് ചെയ്തത് അല്ലേ. അത് നിങ്ങൾ മാനേജ് ചെയ്യാറില്ലേ? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അത് യൂസ് ചെയ്യാറില്ലേ? വെരി ഗുഡ്, എക്സലന്റ്. അത് യൂസ് ചെയ്യണം കേട്ടോ, അതാണ് ഗുഡ്. ഓക്കെ. അപ്പോൾ റീസൈക്ലിംഗ് ചെയ്യുന്നതിൽ വേറെ ബിന്നാണ്. ഫുഡ് വേസ്റ്റുകൾ വേറെ ബിന്നിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ റീസൈക്ലിംഗ് ബിന്നിൻ്റെ എങ്ങനെയാണ് നമ്മൾ റീസൈക്ലിംഗ് ബിന്ന് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുക? നിങ്ങൾക്കറിയോ? ഫസ്റ്റ് വൺ, അതിൻ്റെ സിമ്പിൾ നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് നോക്കിക്കേ. റീസൈക്ലിംഗ് സിമ്പിൾ. ഇതാണ് റീസൈക്ലിംഗ് സിമ്പിൾ. ഗ്രീനിൽ കാണുന്ന കണ്ടോ? ഇതാണ് റീസൈക്ലിംഗ് സിമ്പിൾ. ഇത് കാണുന്ന ബിന്നിലേക്ക് എന്തിടണം? ഈ ഗ്ലാസും ബോട്ടിൽസും ക്യാൻസ് എല്ലാം ഇടണം. ഓക്കെ. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. നോക്കിക്കേ, സോർട്ട് ട്രാഷ്. ഇപ്പൊ ഇവിടെ കുറച്ച് കാണുന്നുണ്ട്, വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കാണുന്നുണ്ട്. ഇത് നോക്കിക്കേ, ഇതാണ് ഗ്രീൻ കാണുന്ന നമ്മളെ റീസൈക്ലിംഗ് ബിൻ. ഇത് നമ്മളെ ട്രഷ് ആണ്. ബാക്കിയുള്ള എല്ലാ ഫുഡ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇടുക. ഓക്കെ. യെസ്. ഫസ്റ്റ് വൺ, ബൾബ് ഇതിലേക്ക് വെക്കുക. ആൻഡ് this and this box. This and this and what is this? Apple. Cut this and eggshell. This food waste ആണല്ലേ. എക്സലന്റ്. ഇനിയും നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ. ഇതെല്ലാം ഒന്ന് നോക്കിക്കേ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റുമോ? യെസ്, ചെയ്യാൻ പറ്റും. റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രഷിലേക്ക് ഇടേണ്ടതുണ്ട് അല്ലേ. ഇത് ഫുഡ് വേസ്റ്റ് ആണ്, ട്രഷിലേക്ക് ഇടണം. ലീഫ്, അതുപോലെ ഫ്ലവേഴ്സ് ട്രഷിലേക്ക് ഇടാം. ലീഫ്. ഓക്കെ. ആൻഡ് ചിപ്സിന്റെ കവർ, പിന്നെ ഹെഡ്ഫോണ്, ഇതാ ചില്ലി എവിടേക്ക് ഇടാം? ട്രഷിലേക്ക് ഇടാം. ഓക്കെ. മൊബൈൽ, ഇതെല്ലാം നമുക്ക് എന്ത് വെക്കാം? റീസൈക്ലിംഗ് ബിന്നിലേക്ക് ഇടാം. ഓക്കെ. ഇതാണ് നമ്മൾ റീസൈക്ലിംഗ് ബിൻ. അതാണ് വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം എന്ന് പറയുന്നത്. നമുക്ക് പുതിയ പ്രൊഡക്റ്റായിട്ട് റീസൈക്ലിംഗ് ബിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ പുതിയ ക്ലാസ് ആയിട്ട് പിന്നീട് വരാം. താങ്ക് യു.